In hypothecation advance, the ownership and possession are options നോക്കൂ. A with the bank, B with the borrower, C with the borrower having a security charge by the bank, and D none of these. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, വിത്ത് ദ ബോറോവർ. ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹൈപ്പോത്തക്കേഷനിൽ ഓണർഷിപ്പും പൊസഷനും ആർക്കാണ്? എന്താണ് ഹൈപ്പോത്തക്കേഷൻ എന്ന് പറയുന്നത്? ദ മോർട്ട്ഗേജ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി ഫോർ സെക്യൂറിംഗ് ലോൺ ഈസ് കോൾഡ് ഹൈപ്പോത്തക്കേഷൻ. അതായത് നമ്മളൊരു മൂവബിൾ പ്രോപ്പർട്ടി കൊണ്ടുവന്ന് പണയം വെച്ചുകൊണ്ട് നമ്മളൊരു ലോൺ എടുക്കുന്നതിനെയാണ് ഹൈപ്പോത്തക്കേഷൻ എന്ന് പറയുന്നത്. മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മൂവ് ചെയ്യുന്ന പ്രോപ്പർട്ടി ഇല്ലേ? ഇപ്പോൾ ലാൻഡ് എന്താണ്? ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്. ഇപ്പം മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ട് നിങ്ങൾ എക്സാമ്പിൾ ഇത് മാത്രം ആലോചിച്ചാൽ മതി. നമ്മൾ ലോൺ എടുത്തുകൊണ്ട് വണ്ടി വാങ്ങിക്കുന്നു. ഇപ്പം നമ്മളൊരു കാറ് വാങ്ങിക്കുന്നു. അതിൽ നമുക്ക് ആ RC ബുക്കിനകത്ത് ഹൈപ്പോത്തക്കേറ്റഡ് ടു ഏത് ബാങ്കാണെന്ന് കാണാം. അതായത് ഏത് ബാങ്കിൽ നിന്നാണോ ലോൺ എടുത്ത ആ ബാങ്ക്. ഇപ്പം SBI എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൈപ്പോത്തക്കേറ്റഡ് ടു SBI ബാങ്ക് എന്ന് കാണാം. ഇവിടെ ഈ കാർ എന്ന് പറയുന്നത് മൂവബിൾ പ്രോപ്പർട്ടിയാണ് അല്ലേ? അത് കൊണ്ടുവന്ന് നമ്മൾ പണയം വെച്ചുകൊണ്ട് നമ്മൾ ലോൺ എടുത്ത് വണ്ടി വാങ്ങുന്നു. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉടമസ്ഥാവകാശം. പൊസഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൈവശാവകാശം. ഇത് രണ്ടും വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ ലോൺ എടുത്ത് വണ്ടി വാങ്ങിച്ചു എന്ന് പറഞ്ഞ് ആ വണ്ടിയുടെ ഉടമസ്ഥാവകാശം നമുക്ക് തന്നെയല്ലേ? ഉടമസ്ഥൻ നമ്മൾ തന്നെയല്ലേ? ആണ്. പൊസഷൻ എന്ന് വെച്ചാൽ എന്താണ്? കൈവശാവകാശം. അത് കൈവശം വെക്കാനുള്ള അവകാശം നമുക്കല്ലേ? ആണ് അല്ലേ? അതുകൊണ്ടല്ലേ നമ്മൾ വണ്ടി ഓടിച്ച് നടക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ആർക്കാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതാരാണ്? കടമെടുത്ത ആൾക്ക്, വിത്ത് ദ ബോറോവർ. ഇവിടെ ആൻസർ വരുന്നത് വിത്ത് ദ ബോറോവർ ആണ് അല്ലേ? കടമെടുക്കുന്ന അല്ലെങ്കിൽ ലോൺ എടുക്കുന്ന ആൾ ആരാണോ അയാൾക്ക് തന്നെ ആയിരിക്കും ആ പ്രോപ്പർട്ടിയുടെ പൊസഷനും ഓണർഷിപ്പും. അതാണ് ഇവിടെ ഹൈപ്പോത്തക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഹൈപ്പോത്തക്കേഷൻ ഏത് ആക്ടിലാണ് പറയുന്നത്? സ്പെസിഫൈഡ് ഇൻ സർഫേസി ആക്ട് 2002. ഏതാണ്? സർഫേസി ആക്ട് 2002 ഹൈപ്പോത്തക്കേഷൻ പറയുന്നത്. പക്ഷേ ഒരു ബാങ്കർ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ വളരെ റിസ്കി ആയിട്ടുള്ള ഒരു ചാർജാണ് ഇത്, ഈ ഹൈപ്പോത്തക്കേഷൻ എന്ന് പറയുന്നത്. കാരണം ഓണർഷിപ്പും പൊസഷനും ബോറോവറുടെ കയ്യിലായതുകൊണ്ട് തന്നെയാണ് ബാങ്കർ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് റിസ്കി ആണെന്ന് പറയുന്നത്. വേണമെങ്കിൽ വേറൊരു രീതിയിൽ ചോദിക്കാം, മോസ്റ്റ് റിസ്കി ചാർജ് ഫ്രം എ ബാങ്കർ പോയിന്റ് ഓഫ് വ്യൂ. ഓപ്ഷൻസ് ഹൈപ്പോത്തക്കേഷൻ, മോർട്ട്ഗേജ്, ലീൻ ഒക്കെ തരികയാണ്. അപ്പം നിങ്ങൾ എന്തെഴുതും? ഹൈപ്പോത്തക്കേഷൻ. മാക്സിമം എമൗണ്ട് ഓഫ് ടൈം ഡെപ്പോസിറ്റ് വിച്ച് ക്യാൻ ബി കെപ്റ്റ് ഇൻ ദ നെയിം ഓഫ് മൈനർ. ഓപ്ഷൻസ് നോക്കൂ. A 10,000, B 30,000, C 50,000 and D unlimited. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, അൺലിമിറ്റഡ്. ഒരു മൈനറുടെ പേരിൽ ടൈം ഡെപ്പോസിറ്റ് ആയിട്ട് എത്ര രൂപ വരെ ഇടാം? മാക്സിമം എമൗണ്ട് എത്ര രൂപ വരെ ഇടാം? എത്രയാണ്? അൺലിമിറ്റഡ് ആണ്. ഓക്കെ. അപ്പോൾ ടൈം ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ടേം ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഫിക്സഡ് ഡെപ്പോസിറ്റിനെയാണ് ടൈം ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഒരു നിശ്ചിത കാലയളവിലേക്ക് അല്ലെങ്കിൽ ദീർഘകാലത്തേക്ക് ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നമ്മൾ ഇടുന്ന എമൗണ്ട് ആണ് എന്ത്? നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഈ മൈനർ എന്ന് പറഞ്ഞാൽ ആരാണ്? 18 വയസ്സിൽ താഴെയുള്ള ആളുകളെയാണ് മൈനർ എന്ന് പറയുന്നത്. യൂഷ്വലി മൈനറുടെ പേരിൽ ആരാണ് തുടങ്ങുന്നത്? അക്കൗണ്ട് തുടങ്ങുന്നത് നാച്ചുറൽ ഗാർഡിയനോ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ കോർട്ട് അപ്പോയിന്റ് ചെയ്യുന്ന ലീഗൽ ഗാർഡിയനോ ഒക്കെ ആയിരിക്കും. നമുക്ക് ഒന്നെങ്കിൽ മൈനറുടെ പേരിൽ മാത്രം അക്കൗണ്ട് തുടങ്ങാം, അല്ലെങ്കിൽ മൈനറുടെയും ഗാർഡിയന്റെയും പേരിൽ മാത്രം അക്കൗണ്ട് തുടങ്ങി അതിൽ എന്ത് ചെയ്യാം? ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാം. പക്ഷേ ഒരു മൈനർക്ക് കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, ലോണും മൈനർക്ക് കൊടുക്കില്ല. അത് ഓർത്ത് വെക്കണം. കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, ലോണും കൊടുക്കില്ല. ഇപ്പം നമുക്ക് നമ്മളുടെ കുട്ടികളുടെ പേരിൽ, മൈനർ ആയിരിക്കുന്ന നമ്മുടെ കുട്ടികളുടെ പേരിൽ ഫിക്സഡ് ആയിട്ട് ഒരു എമൗണ്ട് ഇടാം. പക്ഷെ അതിനെന്തില്ല? ഇത്ര എമൗണ്ട് വരെ ഇടാവൂ എന്നുള്ളതില്ല. അൺലിമിറ്റഡ് ആണ്. എത്ര എമൗണ്ട് വേണമെങ്കിലും ആ മൈനറുടെ പേരിൽ തുടങ്ങുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റിലേക്ക് നമുക്ക് നിക്ഷേപിക്കാവുന്നതാണ്. അപ്പൊ ആൻസർ എന്താണ് വരുന്നത്? അൺലിമിറ്റഡ് ആണ്. മാക്സിമം എമൗണ്ട് എന്നില്ല. മാക്സിമം എമൗണ്ട് ഓഫ് ടൈം ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. Non-scheduled banks are those which are not included in dash of the RBA Act. ഓപ്ഷൻസ് നോക്കൂ. A ഫസ്റ്റ് ഷെഡ്യൂൾ, B സെക്കൻഡ് ഷെഡ്യൂൾ, C തേർഡ് ഷെഡ്യൂൾ ആൻഡ് D നയൻത് ഷെഡ്യൂൾ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, സെക്കൻഡ് ഷെഡ്യൂൾ. നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയുന്നത് RBA ആക്ടിന്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെടാത്ത ബാങ്കുകളെയാണ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ സെക്കൻഡ് ഷെഡ്യൂൾ എന്ന് ഓർത്ത് വെക്കാം. എന്നാൽ ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയുന്നത് അപ്പൊ എന്തായിരിക്കും? RBIയുടെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെടുന്ന ബാങ്കുകളെയാണ് ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയുന്നതും. എന്നാൽ നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയുന്നത് സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെടാത്ത ബാങ്കുകൾ. ഇപ്പൊ നമുക്കറിയാം സെക്കൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് എന്താണ്? RBIയുടെ സെക്കൻഡ് ഷെഡ്യൂൾ ഉൾപ്പെട്ടെന്ന് പറയുമ്പോൾ അത് കൺസിഡർലി സേഫ് ആണ്. ഡെപ്പോസിറ്റേഴ്സിനെ സംബന്ധിച്ചിട്ട് അവരുടെ ഡെപ്പോസിറ്റ്സ് അവിടെ സേഫ് ആണ്. എന്നാൽ ഇവിടെ RBI ആക്ടിന്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെടാത്ത നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയുമ്പോൾ കുറച്ച് റിസ്കിയാണ്. ഡെപ്പോസിറ്റിനെ സംബന്ധിച്ചിട്ട് എന്താണ്? കുറച്ച് റിസ്കിയാണ്. ഓക്കെ. അപ്പോൾ ഈ ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയുന്നത്
പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 5 ലക്ഷത്തിൽ കൂടുതലുള്ള ബാങ്കുകളാണ് ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയുന്നത്. നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയുന്നത് അങ്ങനെ ഒരു മാൻഡേറ്ററി അവിടെ ഇല്ല. UPI സ്റ്റാൻഡ്സ് ഫോർ. ഓപ്ഷൻസ് നോക്കൂ. യൂണിക് പേയ്മെന്റ് ഇന്റർഫേസ്, ബി യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്, സി യുണൈറ്റഡ് പേയ്മെന്റ് ഇന്റർഫേസ് ആൻഡ് ഡി യൂണിഫോം യൂണിക് പേയ്മെന്റ് ഇന്റർഫേസ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എന്ന് പറയുന്നത് വളരെ കൺഫ്യൂസിംഗ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് അല്ലേ. അപ്പോൾ യൂണിഫൈഡ് എന്നുള്ളൊരു സ്ഥാനത്താണ് ഇവർ യുണീക്ക് എന്നും യുണൈറ്റഡ് എന്നും യൂണിഫോം എന്നും ഒക്കെ തന്നിട്ടുള്ളത്. വളരെ വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. നമ്മുടെ NPCIയുടെ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ NPCI ഡെവലപ്പ് ചെയ്ത ഒരു പ്രോഡക്റ്റ് ആണ് എന്ത്, നമ്മുടെ UPI എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ഇപ്പം വളരെ ഫെമിലിയർ ആണല്ലേ. നമ്മൾ എല്ലാവരും ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു പേയ്മെന്റ് സിസ്റ്റമാണ്. വളരെയേറെ വിപ്ലവം സൃഷ്ടിച്ച ഒരു പേയ്മെന്റ് സിസ്റ്റം കൂടെയാണ് UPI. ഇത് നിലവിൽ വരുന്നത് 2016 ഏപ്രിൽ 11 റിയൽ ടൈം പേയ്മെന്റ് സിസ്റ്റം എന്ന് ഇതിനെ പറയും. കാരണം ഒരു സ്ഥലത്തിൽ നിന്നും മറ്റൊരു സ്ഥലത്തിലേക്ക് സെൻഡ് ചെയ്യാനോ റിസീവ് ചെയ്യാനോ, മണി സെൻഡ് ചെയ്യാനോ റിസീവ് ചെയ്യാനോ ഉള്ള നമ്മൾ സ്വീകരിക്കുന്ന ഒരു ഉപാധിയാണ് UPI എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ റിയൽ ടൈം ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം ഫോർ സെൻഡിങ് ഓർ റിസീവിങ് മണി ത്രൂ മൊബൈൽ ഫോൺ. മൊബൈൽ ഫോൺ വഴി നമുക്ക് പൈസ അങ്ങോട്ട് അയക്കുകയോ അല്ലെങ്കിൽ റിസീവ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന ഒരു ഉപാധിയാണ് എന്ത്, നമ്മുടെ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. ഇത് ഡെവലപ്പ് ചെയ്തത് ആരാണ്? NPCI, നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇത് നിലവിൽ വരുന്നത് 2016 ഏപ്രിൽ 11.